പിണറായി വിജയൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാൽ ഇനി ഏത് ചെമ്പ് തമ്പുരാനെ മുന്നിലിരുത്തിയും പറയും. അതാണ് ആർജവം. ഇന്നിപ്പോ കലോത്സവ വേദിയിൽ ചെമ്പ് തമ്പുരാൻ കുറച്ച് ലേറ്റായിട്ടൊക്കെ വന്നു. അങ്ങനെ വരാൻ കാര്യം എന്താണ്? നേരത്തെ വന്നിരുന്ന ഒരു ഗുമ്മില്ലല്ലോ. അറ്റൻഷൻ കിട്ടണമെങ്കിൽ എല്ലാവരും വന്നോ, സംഖ്യകൾ അവിടെ ഇരുത്തിയിട്ട് വരട്ടാ ഏതോ വിളയിൽ പതുങ്ങിയിരുന്നതിന് ശേഷം എല്ലാ ആള് കൂടി പരിപാടി കൂടി. നമ്മുടെ മാങ്ങാണ്ടി ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറില്ലേ? അതായത് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഗും കിട്ടാത്തതുകൊണ്ട് പരിപാടി തുടങ്ങിയതിന് ശേഷം അറ്റൻഷൻ വരുത്താൻ വേണ്ടി ലേറ്റായിട്ട് വന്നു. അല്ലാതെ എന്ത് ജോലിയാണുള്ളത്? എന്തെങ്കിലും ഒരു ജോലിയുള്ള വ്യക്തിയാണ്? ഒരു ജോലിയില്ല, കറങ്ങി നടക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തി ലേറ്റായിട്ട് കയറി വന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ്. പിണറായി പ്രസംഗിക്കാൻ തുടങ്ങുന്ന സമയം പറയണേ, അപ്പോഴാണ് തൊട്ടടുത്ത വിളയിൽ ഇവിടെ കാറിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. ചാടി കയറി വരുന്നു. പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാഷ്ട്രീയ മര്യാദ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് പിണറായി അപ്പോൾ തന്നെ കാട്ടി. അതുകൊണ്ട് കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി. ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും. കണ്ടല്ലോ, രാഷ്ട്രീയമായി എതിർ അഭിപ്രായമുണ്ട്, വലിയ താല്പര്യമില്ല. വഴിനീളെ മൈക്ക് കെട്ടിവെച്ച് തന്നെ പുലഭ്യവും പുലയാട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താൻ ജാതിയിൽ കുറഞ്ഞവനായതുകൊണ്ടും സ്വയം തമ്പ്രാൻ ചമഞ്ഞ് നടക്കുന്ന വ്യക്തിയായതുകൊണ്ട് വല്ലാത്ത തോതിൽ എന്നോട് ചൊറിച്ചിലുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും മാന്യത കാട്ടി. അതിനുശേഷം അവിടെ പോയി ഇരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇവരെയൊക്കെ ഭാഷയിലാണെങ്കിൽ ഉപവിഷ്ടരായതിനു ശേഷം പിണറായി ആ വേദിയിൽ സവർണ മാടമ്പിത്തരം ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിൽ കലയെപ്പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പിച്ച് നിർത്തിയതിനെ കുറിച്ച് ചെമ്പ് തമ്പുരാനെ ഇരുത്തിക്കൊണ്ട് ഉറക്കെ ആ കുട്ടികളോട് പറഞ്ഞു. അത് ഈ നാടിന് കൊടുക്കുന്ന ഒരു കൃത്യമായ സന്ദേശമാണ്. ആരെയാണോ കലയുടെ പേരിലായിരുന്നാലും അവഗണിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണോ അരികുവൽക്കരിക്കുന്നത്, അവരെക്കുറിച്ച് ഈ സമൂഹത്തോട് ഏത് വേദിയിലാണെങ്കിലും ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് മാപ്രകളെയും കൂട്ടുപിടിച്ച് പിണറായി ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രചരണങ്ങൾക്കപ്പുറം എവിടെ എന്ത് പറയണം അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് കലാമണ്ഡലം ഹൈദരാലിയെക്കുറിച്ച് ഇന്ന് ആ വേദിയിൽ അദ്ദേഹം ഒരു കലാകാരനായിട്ടും നേരിട്ട കലയിലെ ജാതി വിവേചനത്തെക്കുറിച്ച് ഉറക്കെ സംസാരിച്ചത്. തൃശ്ശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു.